هذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. اتقوا الله عباد الله. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ചറബിന്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മളിൽ ഓരോരുത്തരിലും സദാസമയവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 83-ാമത് ക്ലാസ്സിൽ 154-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ആയത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. وهذا كتاب مبارك فاتبعوه واتقوا لعلكم ترحمون. ثم آتينا موسى الكتاب. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നു. മൂസാ നബിക്ക് നാം കിതാബ് നൽകി. തമാമൻ പൂർത്തീകരണമായിക്കൊണ്ട്, അലല്ലദീ അഹ്സന നന്മ ചെയ്തവന്, വതഫ്സീലൻ വിശദീകരണമായിക്കൊണ്ട്, ലികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനുമുള്ള, വഹുദൻ മാർഗദർശനമായിക്കൊണ്ടും, വറഹ്മത്തൻ കാരുണ്യവുമായിക്കൊണ്ടും മൂസാ നബി അലൈഹിസ്സലാമക്ക് നാം ഗ്രന്ഥം നൽകി. ആ ഗ്രന്ഥം തമാമൻ അലല്ലദീ അഹ്സന, നന്മ ചെയ്തവന് എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും പൂർത്തീകരണമാണ്. രണ്ടാമത്തത് വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണവുമാണ് അത്. മൂന്നാമത്തത് വഹുദൻ, അത് മാർഗദർശനമാണ്. വറഹ്മത്തൻ, നാലാമത്തത് അത് കാരുണ്യവുമായി കൊണ്ടാണ് ആ ഒരു ഗ്രന്ഥം നാം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന്. മൂസാ നബി അലൈഹിസ്സലാമക്ക് നൽകിയ തൗറാത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു കാര്യം പറയാനുണ്ട് എന്ന്, തുമ്മ പിന്നീട് എന്ന് പറയുമ്പോ ഒന്നിനു ശേഷമുള്ള പിന്നെ എന്നർത്ഥത്തിലല്ല. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഉണർത്താനുണ്ട് എന്നുള്ള നിലക്കാണ് സുമ്മ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാമക്ക് ഒരു കിതാബ് നൽകിയിട്ടുണ്ടായിരുന്നു, റഹ്മത്താണ്. ഇങ്ങനെ 4 വിശേഷണങ്ങളോട് കൂടിയിട്ടാണ് ആ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന്. എന്താണ് അതുകൊണ്ട് പോകാം.
തങ്ങളുടെ രക്ഷിതാവിന്റെ ബിലിഖാഇ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ കൂടിക്കാഴ്ചയിൽ ലഅല്ലഹും യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നവരായേക്കാം എന്നതിന്റെ പേരിൽ ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ, അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ വിശ്വസിക്കുന്ന ആളുകളാകാൻ വേണ്ടിയാണ് ഈ ഒരു വേദഗ്രന്ഥം മൂസാ നബിയുടെ അനുയായികളായ ജൂതന്മാർക്ക് നൽകിയത് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ എടുത്തു പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ആ ഒരു വേദഗ്രന്ഥം തമാമാണ് കേട്ടോ. പിന്നൊന്ന് തഫ്സീലാണ്, മറ്റൊന്ന് ഹുദയാണ്, മറ്റൊന്ന് റഹ്മത്താണ്. ഇങ്ങനെയാകുമ്പോ ഇത്രയൊക്കെ പ്രത്യേകതകൾ ആ വേദഗ്രന്ഥത്തിന് നൽകപ്പെട്ടു എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് നൽകപ്പെട്ട വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് എന്തുമാത്രം പ്രത്യേകതകളോട് കൂടിയിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. നമുക്ക് അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ടൊരു, എത്രയോ കൂടുതൽ വിശദീകരണങ്ങൾ അതിന് അള്ളാഹു നൽകിയതായി നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് ആ ആയത്തും കടന്നു വരുന്നുണ്ട്. ഇത്രയാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തമാമാണ്. ആർക്ക് തമാമാണ്? അലല്ലദീ യഹ്സന, സുകൃതം ചെയ്യുന്ന, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് നന്മ പ്രവർത്തിക്കാനുള്ള അതിന്റെ പൂർത്തീകരണമായിക്കൊണ്ട് ഈ വേദഗ്രന്ഥം നൽകി എന്ന് പറയുമ്പോ ആവശ്യമായ വിശദീകരണങ്ങൾ, അവർക്ക് നന്മ പൂർത്തീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മുഴുവനും ആ വേദഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഏതൊരു കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം തന്നെയാണ്. തമാമ വേദഗ്രന്ഥം തന്നെയാണ്. നന്മ ചെയ്യുന്ന ആളുകൾക്ക്, അതിന് ആഗ്രഹമുള്ള ആളുകൾക്ക് ആ നന്മ പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ആ വേദഗ്രന്ഥത്തിലുണ്ട്. അങ്ങനെയാണ് തൗറാത്തും നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അഥവാ മൂസാ നബി അലൈഹി സ്വലാമക്ക് തൗറാത്ത് നൽകിയ വിവരമാണ് ഇവിടെ പറയുന്നത്. സൽപ്രവർത്തികൾ ചെയ്യുന്ന നല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമായിക്കൊണ്ട് അവർക്കതിനെ കാണാൻ സാധിക്കുന്നതാണ്. തഫ്സീലൻ, ആവശ്യമായ എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണമുണ്ടതിൽ. തന്മാർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ്, ഹുദയാണ്. അതേപോലെ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വലിയൊരു കാരുണ്യവുമാണ്, അനുഗ്രഹവുമാണ് എന്ന് അള്ളാഹു ഈ ഒരു വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് അവിടെ വിശദീകരിക്കുന്നു. ഖുർആനിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് നമുക്കറിയാലോ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇസ്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇസ്ലാമിക നിർദ്ദേശങ്ങൾ അതിന്റെ അവസാനം കുറിച്ചുകൊണ്ട് ഖുർആൻ നൽകുന്ന നിർദ്ദേശമാണ് സൂറത്തുൽ മാഇദയിൽ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ മതം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അക്മൽതു, ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ അതിലേക്ക് ഫലാ നുഖ്സാൻ, അതിൽ യാതൊരു കുറവുമില്ല, ഒരു കുറവും വരാത്ത വിധത്തിൽ ഈ ദീൻ പൂർണ്ണമാണ്. അപ്പോ ഇതിൽ കുറച്ച് കുറവാണ് എന്നുള്ള നിലയ്ക്ക് മറ്റാരും ഇതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. അതേപോലെ അത്മംതു, ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായി നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോ പല ഇസ്തിദ്റാക, അതിലേക്ക് എന്തെങ്കിലും പുതുതായി ഉൾപ്പെടുത്തേണ്ട കാര്യവും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആയത്തിന്റെ അവസാനം വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് ഖുർആനെ സംബന്ധിച്ചും അള്ളാഹു തമാമാണ്, അത്മംതു, അത് തമാമാണ്, പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന്
ഈ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ വേദഗ്രന്ഥം ഇത് എല്ലാ കാര്യങ്ങൾക്കുള്ള വിശദീകരണമാണെന്ന് പറഞ്ഞു. തൗറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ തഫ്സീലൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും ഉള്ള വിശദീകരണമാണ് എന്ന് വിശദീകരിച്ചു. ആ വേദഗ്രന്ഥം മൂസാ നബിയുടെ കാലഘട്ടത്തിലേക്ക് അവതീർണമായ ഒരു ഗ്രന്ഥമാണ്. അവർ ജീവിക്കുന്ന സമയത്തിന് അനുയോജ്യമായ മൂല്യങ്ങൾ, അതിന്റെ കൃത്യമായ വിശദീകരണങ്ങളോടുകൂടി ആ കാലഘട്ടത്തേക്ക് ഏറ്റവും അനുയോജ്യമായ പരിപൂർണമായ വിധത്തിലാണ് ആ ഒരു വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അല്ല, ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ. ഫുസ്സിലത് ആയാതുഹു, ഇതിലെ വചനങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ്. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു വേദഗ്രന്ഥമാണ് നിങ്ങളുടെ മുമ്പിൽ നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിശദീകരണം തൗറാത്തിൽ നൽകിയതുപോലുള്ള തഫ്സീലൻ എന്നുള്ള നിലക്കുള്ള ഒരു പദമല്ല ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുസ്സിലത്ത് ആയാത്തുഹു എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. കാലം മുന്നോട്ട് പോകുമ്പോ ഒരുപാട് പുരോഗതികൾ മനുഷ്യൻ കൈവരിക്കുമ്പോ ആ കാലഘട്ടത്തിൽ ഖുർആൻ വായിക്കുന്ന ഓതുന്ന ആളുകൾക്ക് ആ ആയത്തുകളെ ആ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന വിശദീകരണമാണ് ഖുർആൻ നൽകിയിരിക്കുന്നത്. ഫുസ്സിലത്ത് ആയാത്തുഹു, ഇതിലുള്ള ആയത്തുകൾ ഓരോന്നും അള്ളാഹു കൃത്യമായി വിശദീകരിച്ച് തന്നിരിക്കുന്നു. വചനങ്ങൾ വിശദീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഖുർആനിനെ വിശദീകരിക്കാൻ ഒന്നാമത്തെ പ്രമാണം ഖുർആൻ തന്നെയാണ്. പിന്നെ അതിന്റെ വിശദീകരണം എന്നോണം സ്വഹീഹായ ഹദീസുകളാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന വചനങ്ങളാണ്. പിന്നീട് അതിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും നമ്മൾ കണ്ടറിയുന്ന, കേട്ടറിയുന്ന, അനുഭവിച്ചറിയുന്ന ഒരുപാട് സംഗതികളാണ്. ആ ആയത്തുകൾ ഏറ്റവും ശരിയാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങൾ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമാണ്, അത് സത്യമാണ് എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള വിശദീകരണങ്ങൾ നമ്മുടെ ശരീരത്തിലും നമുക്ക് ചുറ്റുപാടുകളിലും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലും ഈ അണ്ടകടാഹങ്ങളിലും ഒക്കെ മനുഷ്യനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു വിശദീകരണമാണ് കിതാബുൻ ഫുസ്സിലത് ആയാത്തുഹു എന്നുള്ള നിലക്ക് ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ ഇവിടെ തൗറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ, അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാകുന്ന രൂപത്തിലുള്ള ആ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിലുള്ള വിശദീകരണങ്ങളുമായിക്കൊണ്ടാണ് ആ വേദഗ്രന്ഥം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ഇവിടെ ആ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്. ആയത്തിന്റെ അവസാനം എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ? മൂസാ നബി അലൈഹിസ്സലാമക്ക് വേദഗ്രന്ഥം തൗറാത്ത് ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമക്ക് ഇഞ്ചീലായിരുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാമക്ക് സബൂർ ആയിരുന്നു. അങ്ങനെ 4 വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. അല്ലാത്ത പ്രവാചകന്മാർക്കും വിവിധ തരത്തിലുള്ള ഗ്രന്ഥങ്ങളും ഏടുകളും ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല. ഇങ്ങനെ വേദഗ്രന്ഥങ്ങൾ എന്തിനാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത് എന്നറിയോ? പ്രത്യേകിച്ച് തൗറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയെ അവർ ഉറച്ചു വിശ്വസിക്കും എന്നുള്ള നിലക്കാണ് ഈ വേദഗ്രന്ഥം നൽകിയിരിക്കുന്നത് എന്ന്. അപ്പോ നമ്മുടെ ഖുർആൻ പഠനം, വേദഗ്രന്ഥ പഠനം, ആയത്തുകൾ പഠിക്കുന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മൾ പഠിക്കുന്നത്, ഓതുന്നത് എന്തിനു വേണ്ടിയാണ്? രക്ഷിതാവുമായുള്ള കൂടിക്കാഴ്ച അത് തീർച്ചയായും ഉണ്ടാകും എന്നുള്ള ഒരു ഉൾക്കാഴ്ച, അതിൽ കൃത്യമായ ഒരു ധാരണ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ. അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ച മനസ്സിൽ സൂക്ഷിക്കാൻ മറന്നാൽ അത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്ന, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹുമായുള്ള
കൂടിക്കാഴ്ച ഓരോരുത്തരുടെയും മനസ്സിൽ വളരെ വ്യക്തമായി, വളരെ രൂഢമൂലമായി, വളരെ ഉറപ്പായി അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി അവർക്ക് അതിനുവേണ്ടി തയ്യാറെടുക്കാൻ സാധിക്കണം. കാരണം ഇങ്ങനൊരു ലക്ഷ്യമുണ്ടെങ്കിലേ, നമ്മൾ പടച്ചോനെ കാണേണ്ടവരാണ്, കണ്ടുമുട്ടേണ്ടവരാണ് എന്നൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നല്ല മാർഗങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ, നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു വ്യക്തിയെ നല്ലവനാക്കുന്നത് നല്ല ലക്ഷ്യമാണ്. ആ നല്ല ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ മരണശേഷം രക്ഷിതാവിനെ ഞാൻ കണ്ടുമുട്ടേണ്ടവനാണ്, ആ രക്ഷിതാവിനോട് ഞാൻ സമാധാനം പറയേണ്ടവനാണ്, ആ രക്ഷിതാവ് എനിക്ക് അവനെ കണ്ടുമുട്ടുമ്പോ എന്റെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൃത്യമായി നൽകുമെന്ന ഒരു ഉറച്ച വിശ്വാസവും അങ്ങോട്ട് പോകേണ്ടവരാണ് എന്ന ആ ഒരു ലക്ഷ്യസ്ഥാനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധമുണ്ടെങ്കിൽ ഒരാൾക്ക് ഏത് നിലക്കും എന്ത് പ്രയാസങ്ങളും അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് ജീവിതം ഉണ്ടല്ലോ, ഒന്ന് ഹയാത്തുൻ മബ്നൂന എന്ന് പറയും, രണ്ടാമത്തെ ഒരു ജീവിതത്തെ സംബന്ധിച്ച് ഹയാത്തുൻ മുത്തയഖീന എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഒന്ന് ലന്നിന്റേതായ ലോകമാണ്, ലന്ന് മബ്നൂനത്ത്, ഊഹത്തിന്റെ ലോകമാണ് ഇവിടെ. രണ്ടാമത്തത് ഹയാത്തുൻ മുത്തയഖീന, ഉറപ്പായിട്ടുള്ള യഖീനിന്റെ ഒരു ലോകമാണ് മറ്റൊരു ലോകം. രണ്ടു തരത്തിലുള്ള ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ഉറപ്പുള്ള ജീവിതവും മറ്റൊന്ന് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ധാരണയുടെ അടിസ്ഥാനത്തിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെ എന്ന് മരിക്കുമെന്ന്, നമ്മുടെ ജീവിതം എന്ന് അവസാനിക്കുമെന്ന്, ഈ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത ഒരു ജീവിതം. ഈ ജീവിതത്തിന്റെ ആയുസ് എത്രയാണ്, എത്ര കാലഘട്ടമാണ് എന്നാണ് ഇത് ഒടുങ്ങുന്നത് ഒരാൾക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഇല്ല. എന്നാൽ ഉറപ്പുള്ള യഖീനായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം അവിടെയാണ്, ആ ജീവിതത്തിലാണ് നമ്മുടെ, ആ ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം. ആ ഉള്ളത് ഒരു തിരിച്ചറിവാണ് മനുഷ്യനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ തൗറാത്തിനെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിച്ചിട്ട്, വെറുതെ സൂചിപ്പിച്ചതല്ല, അത് ആ ഗ്രന്ഥത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് അള്ളാഹു ഇനി എങ്ങോട്ട് പോകുന്നത് അറിയോ? നമ്മളിപ്പോ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തെ, പരിശുദ്ധ ഖുർആനിനെ നമുക്ക് ഒന്നുകൂടെ അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നത്. അതെന്താ? വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഈ കിതാബ്, വഹാദ ഇതാകട്ടെ, കിതാബിന് ഒരു കിതാബ്, അൻസൽനാഹു നാം അവതരിപ്പിച്ചിരിക്കുന്നു, മുബാറക്കുൻ നന്മ നിറഞ്ഞ വിധത്തിൽ, ബർക്കത്തുള്ള വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ്. ഫത്തബിഊഹു നിങ്ങൾ ആ വേദഗ്രന്ഥത്തെ ഫോളോ ചെയ്യണം, പിൻപറ്റണം. വത്തഖൂ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം. ലഅല്ലകും തുർഹമൂൻ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്ന്. അപ്പോ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇതൊരു കിതാബാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കിതാബ് ഇറങ്ങുമ്പോ ഒരു കിതാബായിട്ടുള്ളത് ഗ്രന്ഥരൂപത്തിൽ, പുസ്തക രൂപത്തിലല്ലല്ലോ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു കിതാബാണ്, ഒരു ഗ്രന്ഥമാണ്. അൻസൽനാഹു നാം അതിനെ ഇറക്കിയിരിക്കുന്നു, മുബാറക്കുൻ ഏറെ നന്മ നിറഞ്ഞ രൂപത്തിലാണ്. റഹ്മത്തുൻ, അതേപോലെ റഹ്മത്തുൻ അനുഗ്രഹം, കാരുണ്യം എന്നൊക്കെ വിവിധ പദങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയവരാണ്. അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു പദമാണ് യഥാർത്ഥ എന്താണ് ബർക്കത്ത് എന്ന്. സാധാരണ നമ്മൾ നേരത്തെ പല തവണ പഠിച്ച വിഷയമാണ്. എന്തായാലും ചെറിയൊരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നന്മ നിറഞ്ഞ ഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റണം. അത് എല്ലാവരോടുള്ള കൽപ്പനയാണ്. തൗറാത്തിന്റെ ആളുകളോടും ഇഞ്ചീലിന്റെ ആളുകളോടും പൂർവ്വപ്പെട്ട ആളുകളോട് എല്ലാവരോടുമുള്ള മൊത്തത്തിലുള്ള കൽപ്പനയാണ്. നിങ്ങൾ ഈ വേദഗ്രന്ഥത്തെ പിന്തുടരണം എന്ന കാര്യം.
വത്തഖൂ, പിന്തുടർന്നാൽ മാത്രം പോരാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയും വേണം. എന്തിനാണ് ഗ്രന്ഥം ഫോളോ ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കപ്പെടുന്നതിന് വേണ്ടി. അങ്ങനെയാകുമ്പോ പിന്നെന്താ സംഭവിക്കുക? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത്, കാരുണ്യം ലഭിക്കുന്ന ആളുകളായേക്കും. അപ്പോ ഈ ഒരു അനുഗ്രഹപൂർണമായ വേദഗ്രന്ഥത്തെ, ബർക്കത്തുള്ള ഈ വേദഗ്രന്ഥത്തെ നിങ്ങൾ പിന്തുടരുകയും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം നൽകുന്നതാണ്. ഇതൊരു വല്ലാത്തൊരു സന്തോഷകരമായ കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്തായിട്ട് ഇതിനെ കാണണം. ഉദാഹരണമായിട്ട് ഒരു പരാമർശമുണ്ട്, നിങ്ങൾ ബിർറിലും തഖ്വയിലും പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ എന്ന് പറയുന്ന ഒരായത്തിനെ തഫ്സീറുൽ ഖുർത്തുബിയില് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു സംഗതിയുണ്ട്. തഖ്വ എന്ന് പറയുമ്പോ അതിൽ അള്ളാഹുവിന്റെ റിള നിങ്ങൾക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾക്കുണ്ടാകും. വഫിൽ ബിർറ്, പുണ്യം ചെയ്യുമ്പോ, നന്മ ചെയ്യുമ്പോ, റിളന്നാസ്, ജനങ്ങളുടെ സംതൃപ്തിയും ജനങ്ങളുടെ ഇഷ്ടവും നിങ്ങൾക്ക് ലഭിക്കും. ഒരാൾക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും ജനങ്ങളിൽ നിന്നുള്ള സംതൃപ്തിയും ഒരാൾക്ക് ലഭ്യമായാൽ ഫഖദ് തമ്മത്ത് സആദത്തുഹു, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സന്തോഷം പൂർണ്ണമായി കഴിഞ്ഞല്ലോ. അവനുള്ള സൗഖ്യവും അവന്റെ സന്തോഷവും ഒക്കെ അവന്റെ ജീവിതത്തിൽ പൂർണ്ണമായി ലഭ്യമായി കഴിഞ്ഞല്ലോ. അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ ഇഷ്ടവും നേടാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഇഷ്ടവും നേടാൻ സാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യമാണല്ലോ അവന്റെ ജീവിതത്തിൽ അവരെ പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് തഖ്വ എന്ന് പറയുന്നത്. അതാണ് അള്ളാഹുവിന്റെ തൃപ്തി. ബിർറ്, ജനങ്ങളുടെ തൃപ്തിയും അതിലൂടെ ലഭ്യമാകുമ്പോ ഒരാൾക്ക് അയാളുടെ ജീവിതം ഏറെ സന്തോഷകരമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ച അനുഗ്രഹപൂർണമായ ഈ വേദഗ്രന്ഥത്തെ നിങ്ങൾ പിന്തുടരുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പടച്ചവന്റെ കാരുണ്യമാണ്. പടച്ചവന്റെ കാരുണ്യത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ നിലക്ക് സന്തോഷകരമായി നിങ്ങൾക്ക് കഴിയാൻ സാധിക്കുമെന്ന ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു, കിതാബ് എന്ന പദത്തെ സംബന്ധിച്ച് പറഞ്ഞു. കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ് വാക്കിന്റെ അർത്ഥം. കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട പുസ്തകം എന്നാണല്ലോ അതിന്റെ വാക്കിന്റെ അർത്ഥം. ഈ കിതാബൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എഴുതുകയും രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ്. സാധാരണ ആളുകൾ എന്താണ് എഴുതി വെക്കാറുള്ളത്? വായിച്ച എല്ലാ സംഗതികളും എഴുതി വെക്കാറില്ല. താൻ ഓർമ്മിക്കുകയും എനിക്കേറെ ഉപകാരപ്രദമാകും ചെയ്യുമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പലപ്പോഴും എഴുതി വെക്കാറുള്ളത്. അപ്പൊ അമൂല്യമായ കാര്യങ്ങളാണ് എഴുതി വെക്കാറുള്ളത്. അങ്ങനെ അമൂല്യം വെച്ച ഒരു ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എഴുത്തുകാരുണ്ടായിരുന്നു. അവർ അന്ന് ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ച് കല്ലുകളിലും തൂണുകളിലും ഒക്കെ എഴുതി വെച്ച് വെക്കാറുണ്ടായിരുന്നു. പിന്നീട് അത് ക്രോഡീകരിക്കപ്പെടുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ആ വേദഗ്രന്ഥം ഇങ്ങനെ എഴുതി വെക്കുന്നതോടൊപ്പം ഏറ്റവും പ്രധാനമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് നമുക്കറിയാം, അത് ഓരോരുത്തരുടെയും ഹൃദയത്തിലായിരുന്നു. ഓരോരുത്തരും കാണാതെ പഠിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ വേദഗ്രന്ഥം നിലനിന്നത്. അപ്പൊ ഖുർആനെ സംബന്ധിച്ച് ഖുർആനിൻ എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ കിതാബുൻ എന്ന പദം കൂടെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഖുർആനിൽ എന്ന് പറയുമ്പോ ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ് നമുക്ക് അറിയാം. അതിന്റെ അർത്ഥം വായിക്കപ്പെടുന്നത് എന്നാണ്. എവിടുന്നാണ് വായിക്കപ്പെടുന്നത്? യുത്റാ മിന സുദൂർ, ഹൃദയങ്ങളിൽ വായിക്കപ്പെടുന്നത് എന്ന് പറയാം. കിതാബുൽ എന്ന് പറയുമ്പോ ആ ഖുർആൻ സൂക്ഷിക്കപ്പെടുകയാണ്, എഴുതി സൂക്ഷിക്കപ്പെടുകയാണ്. എവിടെ? സുത്തൂർ എന്നറിയാം. സുത്തൂറിൽ, ഏടുകളിൽ, പേജുകളിൽ അത് എഴുതി സൂക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. അപ്പൊ കിതാബാണ്,
ഏടുകളിൽ പേജുകളിൽ എഴുതി സൂക്ഷിക്കപ്പെടുന്ന കിതാബാണ്. അതോടൊപ്പം തന്നെ ഖുർആനും ഹൃദയത്തിൽ അത് ഭദ്രമായി സൂക്ഷിച്ച് ആവശ്യാനുസരണം എടുത്ത് പാരായണം ചെയ്യപ്പെടുന്ന വേദഗ്രന്ഥവുമാണ്. ആ നിലക്ക് ഖുർആനും തിൽക ആയാത്തുൽ ഖുർആൻ തിൽക ആയാത്തുൽ ഖുർആൻ വകിതാബിൻ മുബീൻ. സൂറത്തുൽ നംലിലെ 1-ാമത്തെ ആയത്ത് ഖാസീൻ തിൽക ആയാത്തുൽ ഖുർആൻ, അത് ഖുർആനിന്റെ ആയത്തുകളാണ്. വകിതാബിൻ മുബീൻ, വ്യക്തമായ ഗ്രന്ഥവുമാണ് എന്ന് ഒന്നിച്ച് ഖുർആനെ സംബന്ധിച്ച് ഖുർആനാണെന്നും കിതാബാണെന്നും അള്ളാഹു സൂചിപ്പിച്ച ആയത്തുകൾ കാണാം. അതേപോലെ മറ്റായത്തുകളും അതേ സൂറയിലും മറ്റു ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇനിയും നോക്കുമ്പോ ഖുർആനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ, ഖുർആനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ, നേരത്തെ തൗറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു തമാമാണെന്ന് പറഞ്ഞു. ആ ഒരു പ്രയോഗം ഖുർആനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് നമ്മൾ കണ്ടു. അല്യോ അക്മൽതുലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമതി എന്നൊക്കെ പറയുന്ന ആയത്തുകളിൽ അതിനെ സംബന്ധിച്ച് പരാമർശിച്ചത് നമ്മൾ കണ്ടു. അതുപോലെ തഫ്സീലൻ എന്ന് പറഞ്ഞ് തൗറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. ഖുർആനെ സംബന്ധിച്ച് ഫുസ്സിലത്ത് ആയാത്തുഹു എന്നിങ്ങനെ വിശദീകരിക്കുന്ന ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ഖുർആൻ തന്നെ വിശദീകരിച്ച ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അത്യത്ഭുതകരമായി നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കിയ വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് സൂറത്തു സുമറിലെ 23-ാമത്തെ വചനം, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശയിറു മിൻ ജുലൂദിൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീന ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ദാലിക ഹുദല്ലാഹ് യഹ്ദീ ബിഹി മൻ യശാ വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലാഹുവാണ് ഏറ്റവും ഉത്തമമായ വർത്തമാനം അവതരിപ്പിച്ചിരിക്കുന്നത്. അഹ്സനുൽ ഹദീസ് എന്നാണ് ഖുർആനെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഏറ്റവും ഉത്തമമായ വർത്തമാനം, ഏറ്റവും ഉത്തമമായ കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള കഥകൾ ഏറ്റവും നല്ല കഥകളാണ്. ഇതിന്റെ ഓരോ വർത്തമാനങ്ങളും ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലത് അഹ്സൻ എന്നുള്ള രൂപത്തിൽ, അഥവാ വചനങ്ങൾക്ക് പരസ്പരം സാമ്യമുണ്ട്, ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളും ഒക്കെയുള്ള വളരെ അത്ഭുതകരമായ ഒരു വേദഗ്രന്ഥം. തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ, തൊലികൾ അത് നിമിത്തം രോമാഞ്ചമണിയുന്നു. പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവെ സ്മരിക്കുന്നതിനായി വിനീതമാവുകയും ചെയ്യുന്നു. ഈ വേദഗ്രന്ഥം പാരായണം ചെയ്യുമ്പോ അവരുടെ ചർമ്മങ്ങൾ, അവരുടെ തൊലികൾ അത് രോമാഞ്ചമണിയുന്നു. അത് പാരായണം ചെയ്യുമ്പോ അവരുടെ രോമങ്ങൾക്ക് പോലും ചലനങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും ഒക്കെ അള്ളാഹുവെ സ്മരിക്കുന്നതിന് വേണ്ടി ഇലാ ദിക്രില്ലാഹ്, അവരുടെ തൊലി, അവരുടെ ഹൃദയങ്ങൾ മാത്രമല്ല, അവരുടെ മനസ്സുകൾ മാത്രമല്ല, അവരുടെ ശരീരത്തിലെ തൊലികൾ, ചർമ്മങ്ങൾ വരെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി വിനീതമാകുകയും ചെയ്യുന്നു. മനസ്സും വിനീതമാകുന്നു, ശരീരവും അവർക്ക് അവരുടെ മുമ്പിൽ വിനീതമാകുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അവസാനിപ്പിക്കാം. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം അതത്ര അള്ളാഹുവിന്റെ മാർഗദർശനം, അത് അള്ളാഹുവിന്റെ മാർഗദർശനമാണ്. അത് മുഖേന താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുന്നു. ഒരു സംഗതി കൂടെ കേൾപ്പിക്കാം. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മഖാല അബ്ദുൻ ഖത്തു ഇദാ അസാബഹു ഹമ്മുൻ ഔ ഹുസ്നുൻ, ഏതൊരു ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പം, എന്തെങ്കിലും വിഷമോ സങ്കടമോ ഉണ്ടാകുമ്പം ഏതൊരു മനുഷ്യരും ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയത്തി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലിൻ ഫിയ ഖലാഉക, അല്ലാഹുവേ ഞാൻ നിന്റെ ദാസനും നിന്റെ ദാസന്റെ പുത്രനും നിന്റെ ദാസിയുടെ മകനുമാണ് അല്ലെങ്കിൽ മകളുമാണ്. എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്. നിന്റെ തീരുമാനം എന്നിൽ നടപ്പിലാകുന്നു. നിന്റെ വിധി എന്നിൽ നീതിയായി തീരുന്നു. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതുഹു ഫീ കിതാബിക ഔ അല്ലംതുഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക
നീ നിനക്ക് നിശ്ചയിച്ചതും നിന്റെ വേദത്തിൽ അവതരിപ്പിച്ചതും നിന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും നീ പഠിപ്പിച്ചതും നിന്റെ പക്കലുള്ള അദൃശ്യജ്ഞാനത്തിൽ നീ സ്വന്തമാക്കി വെച്ചതുമായ നിനക്കുള്ള മുഴുവൻ പേരുകളുടെയും പേരിൽ ഞാൻ നിന്നോട് അള്ളാഹുവെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? പടച്ചോനെ, ഞാൻ നിന്റെ കേവലം ഒരു അടിമയാണ്, നിന്റെ അടിമ ഒരാളുടെ മകനാണ്, അല്ലെങ്കിൽ മകളാണ്, നിന്റെ അടിമയായ സ്ത്രീയുടെ മകനാണ്, മകളാണ്, ഒരു പുരുഷന്റെയും മകനും മകളുമാണ്. നിനക്ക് എന്തൊക്കെ പേരുകളുണ്ടോ ആ പേരുകൾ മുഴുവനും നീ നിന്നെ വിശേഷിപ്പിച്ച, നിന്റെ വേദഗ്രന്ഥത്തിൽ നീ പേര് വെച്ചു പറഞ്ഞ, നീ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പഠിപ്പിച്ച, നിന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും ഒക്കെ നീ പഠിപ്പിച്ച നിനക്കുള്ള എല്ലാ പേരുകളും നിനക്കുള്ള എല്ലാ സംഗതികളും വെച്ചുകൊണ്ട് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് ആ മുഖം. ആ മുഖം ഒന്നുകൂടി നോക്കൂ. ഞാൻ നിന്റെ കേവലം ഒരു അടിമ മാത്രമാണ് കേട്ടോ, അങ്ങനെയുള്ള ഒരു അടിമ സ്ത്രീയുടെ മകനാണ് കേട്ടോ. എന്റെ കാര്യങ്ങളൊക്കെ എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്, എന്റെ എല്ലാ വിഷയങ്ങളും നിന്റെ അടുക്കലാണ്, എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്, നിന്റെ തീരുമാനമാണ് എന്നിൽ നടപ്പിലാകുന്നത്, നിന്റെ വിധിയാണ്. അത് നീ എന്ത് ചെയ്താലും അത് നീതി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ അള്ളാഹു നീ നിശ്ചയിച്ച നിന്റെ പേര്, വേദഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ച പേര്, നിന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും നീ പഠിപ്പിച്ച പേര്, ആ പേര് കൊണ്ടൊക്കെ, ആ സംഗതികൾ വെച്ചുകൊണ്ടൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത് ഇവിടെ? അൻതജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ ബസരി വജ്ലാഅ ഹുസ്നി വദഹാബ ഹമ്മി. 4 കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഒന്ന്, അൻതജഅലൽ ഖുർആന റബീഅ ഖൽബി, ഖുർആൻ എന്റെ റബീഅ ആകണം, എന്റെ ഹൃദയത്തിന്റെ വസന്തമാകണം. 2, ആ ഖുർആൻ വനൂറ ബസരി, എന്റെ കണ്ണിന്റെ കാഴ്ചയാകണം. വജ്ലാഅ ഹുസ്നി, എന്റെ ദുഃഖങ്ങൾ മാറുന്ന എന്റെ ദുഃഖത്തിന് പരിഹാരമാകണം. വദഹാബ ഹമ്മി, എന്റെ വിഷാദങ്ങൾ, എന്റെ സങ്കടങ്ങളൊക്കെ നീക്കുന്നതാക്കണമേ. അപ്പൊ ഒരാൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസവും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ അകറ്റാൻ ഒരാളെ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താ? ഖുർആൻ ജീവിതത്തിന്റെ വെളിച്ചമാകണേ, ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാകണേ, ആ ഖുർആനെ കൊണ്ട് എന്റെ എല്ലാവിധ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകറ്റാൻ പറ്റുന്ന പാകത്തിൽ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ നീ മാറ്റിത്തരണമേ എന്ന് ആക്കി മാറ്റണേ എന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രാർത്ഥന, ഖുർആൻ എന്റെ ഹൃദയത്തിന് വസന്തമാക്കണേ, എന്റെ നെഞ്ചിന് പ്രകാശമാക്കണേ, അല്ലെങ്കിൽ എന്റെ കണ്ണിന് പ്രകാശമാക്കണേ, എന്റെ ദുഃഖത്തിന് പരിഹാരമാക്കണേ, എന്റെ വിഷാദത്തെ നീക്കുന്നതാക്കി തീർക്കണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളാണ് ഇവിടെ നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്ന് പറയുമ്പോ ഖുർആനെ ഏത് വിധത്തിലാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇത് മൗഇദത്താണ്, ശിഫ ആണ്, സതുപദേശമാണ്, ഹൃദയങ്ങളിലെ മനസ്സുകളിലെ രോഗത്തിന് ശമനമാണ്, അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥമാണ് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ആയത്തുകൾ വേറെയും കാണാൻ സാധിക്കും. ആളുകള് ഇത് കട്ടായതുകൊണ്ട് പിന്നീട് വരാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറട്ടെ. അവസാനിപ്പിക്കാം. ജസാക്കുമുല്ലാഹ് ഖൈർ.